വിഴിഞ്ഞത്ത് സ്വപ്നം തീരമെടുക്കുന്നു. കാത്തിരിപ്പിന് വിരാമമിട്ട വിഴിഞ്ഞത്തേക്കുള്ള ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ഇന്ത്യൻ പുറംകടലിലെത്തി. രാവിലെ 7:30 കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലെത്തും. രാവിലെ 9:15 കപ്പൽ ബർത്തിലടുപ്പിക്കും. വിഴിഞ്ഞത്ത് നിന്ന് അഖിൽ ഷാ അൻസാർ ചേരുകയാണ്. അഖിൽ ഷാ, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സ്വപ്നം ഇനിയിപ്പോൾ സിംഗപ്പൂരിനും സലാലയ്ക്കും കൊളംബോയ്ക്കും ഒക്കെ വെല്ലുവിളി ആകാൻ പോന്ന ഒരു തുറമുഖം. ഇപ്പോൾ കപ്പൽ പുറംകടലിൽ എത്തിയെന്നറിയുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ. ക്രിസ്റ്റിന, തീർച്ചയായിട്ടും അതായത് വർഷങ്ങൾ നീണ്ട് നമ്മൾ ഈ 2015 മുതൽ ഈ പ്രവർത്തനം തുടങ്ങുന്നത് മുതലുള്ള സമയം എടുത്തു നോക്കിയാൽ ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പാണ്. അതായത് മലയാളികളുടെയും അതുപോലെ തന്നെ രാജ്യത്തിന്റെയും ഒക്കെ ഒരു വലിയ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഒരു മദർഷിപ്പ് എത്തുന്നത്. സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് അത് നിലവിൽ ഇന്ത്യൻ തീരം വിട്ട് വിഴിഞ്ഞത്തേക്കുള്ള യാത്ര തുടരുകയാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ അതായത് ഈ കൊളംബോ ഉൾപ്പെടെയുള്ള സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള ദുബായ് ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾക്കൊരു വെല്ലുവിളി എന്നത് മാത്രമല്ല, രാജ്യത്താദ്യമായ ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം തുടങ്ങുന്നു അല്ലെങ്കിൽ അത് വരുന്നു എന്നുള്ളത് അത് വിഴിഞ്ഞത്താണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിഴിഞ്ഞത്ത് ഇത്തരത്തിലൊരു ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം തന്നെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയുന്നത് പോലെ തന്നെ ഈ കടലിന്റെ ഒരു സ്വാഭാവിക ആഴമുണ്ട്. അത് 20 മീറ്ററാണ് ഇതിന്റെ സ്വാഭാവിക ആഴം. ആ 20 മീറ്ററാണ് ഈ പറയുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെയും അതുപോലെ തന്നെ അദാനിയെയും ഈ തീരത്തേക്ക് ആകർഷിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ 20 മീറ്റർ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പിന് പോലും നങ്കൂരമിടാൻ വേണ്ടത് 16 മീറ്റർ ആയിരിക്കുമ്പോൾ വിഴിഞ്ഞത്തിന്റെ സ്വാഭാവിക ആഴം 20 മീറ്ററാണ്. അത്തരത്തിൽ വലിയ സാധ്യതകൾ അത് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു പദ്ധതിയാണ് വിഴിഞ്ഞം. അവിടേക്കാണ് ഇന്ന് ആദ്യമായി ഒരു മദർഷിപ്പ് അടുക്കുന്നു. ആ മദർഷിപ്പിൽ ഏതാണ്ട് 2000-ഓളം കണ്ടെയ്നറുകളുണ്ട്. ആ കണ്ടെയ്നറുകളിൽ നിറച്ച് ചരക്കുകളാണ്. ആ ചരക്കുകൾ മുഴുവൻ ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഇന്ന് തന്നെ ഇറക്കുന്ന പ്രവർത്തനങ്ങളും തുടങ്ങും. നമുക്കറിയുന്നത് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഏതാണ്ട് 8ഓളം ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളുണ്ട്. അതിന്റെ കഴിഞ്ഞ ദിവസം വരെ ഈ ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ മുഴുവൻ താഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. നിലവിൽ അത് ഉയർത്തിയിട്ടുണ്ട്. കപ്പലിനടുക്കാനായിട്ടാണ് നിലവിൽ ക്രെയിനുകൾ ഉയർത്തിയിട്ടുള്ളത്. ഈ ക്രെയിനുകൾ ഉപയോഗിച്ചാണ്, ഈ 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഈ കപ്പലിലുള്ള കണ്ടെയ്നറുകൾ തുറമുഖത്തേക്ക് മാറ്റുന്നത്. ആ തുറമുഖത്തേക്ക് കണ്ടെയ്നറുകൾ മാറ്റിയതിനു ശേഷം അതിന് തൊട്ട് താഴെ നമുക്ക് കാണാം 23 യാർഡ് ക്രെയിനുകൾ തുറമുഖത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ കണ്ടെയ്നറുകൾ തുറമുഖത്തേക്ക് മാറ്റിയതിനു ശേഷം ഈ യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ചാകും പല സ്ഥലങ്ങളിലേക്ക്, ഈ തുറമുഖത്തിന്റെ പല കേന്ദ്രങ്ങളിലേക്ക് ബാക്ക് യാർഡിൽ ഉൾപ്പെടെ ഈ കണ്ടെയ്നറുകൾ മാറ്റുന്നത്. ഏറ്റവും പ്രധാനമായി പറയേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ ഇറക്കും, അതായത് ഈ മദർഷിപ്പ് കണ്ടെയ്നർ ഇറക്കും. കണ്ടെയ്നർ ഇറക്കി തൊട്ടു പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ 2 ഫീഡർ കപ്പലുകൾ കൂടി രാജ്യത്തിന്റെ വിവിധ തുറമുഖങ്ങളിൽ നിന്നെത്തും. അതിനുശേഷം ആ കപ്പലുകൾ എത്തിയ ശേഷം നിലവിൽ എത്തിച്ച കണ്ടെയ്നറുകൾ മുഴുവൻ അത് രാജ്യത്തെ മറ്റു തുറമുഖങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഉൾപ്പെടെ കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടാകും. എന്തായാലും ഇന്ന് വരുന്ന സാൻ ഫെർണാണ്ടോ അത് 7:15 അല്ലെങ്കിൽ 7:45 ഈ ഔട്ടർ ഏരിയയിൽ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുലിമുട്ടിനപ്പുറത്തുള്ള ഔട്ടർ ഏരിയയിൽ എത്തിച്ചേരും. അവിടെ നിന്ന് ടഗ് ബോട്ടുകളായിരിക്കും ഈ കപ്പലിനെ തള്ളി തുറമുഖത്തേക്ക് എത്തിക്കുക, ബെർത്തിലേക്ക് അടുപ്പിക്കുക. ടഗ് ബോട്ടുകളായിരിക്കും. അതിനായി ഏതാണ്ട് 3ഓളം ടഗ് ബോട്ടുകൾ ഇവിടെ സജ്ജമാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ടഗ് ബോട്ടുകളുടെ ശേഷി പരിശോധനയൊക്കെ കഴിഞ്ഞതാണ്. എന്തായാലും സാൻ ഫെർണാണ്ടോ 7:45 ഈ വിഴിഞ്ഞത്തിന്റെ ഔട്ടർ ഏരിയയിലെത്തും. ഔട്ടർ ഏരിയയിൽ എത്തിയതിനു ശേഷം 9:15 ബെർത്തിലേക്ക് വാർഫിലേക്ക് അടുപ്പിക്കുന്ന ഒരു തരത്തിലാണ് നിലവിൽ തുറമുഖവുമായി ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു തീർക്കേണ്ട മുഴുവൻ പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ ചെയ്തു തീർത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ ക്രെയിനുകളാണ്. ഈ 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും 23 യാർഡ് ക്രെയിനുകളും ചൈനയിൽ നിന്നാണ് എത്തിച്ചത്. ഈ ചൈനയിൽ നിന്ന് വന്ന ഈ കണ്ടെയ്നറുമായി വന്ന ആദ്യ ചരക്ക് കപ്പലിന് വൻ സ്വീകരണമാണ് സർക്കാർ എന്ന് നൽകിയത്. ഷെൻഹുവ 15 ആദ്യം എത്തിയത്. അതിനുശേഷം ഷെൻഹുവയുടെ തന്നെ 16, 17, 35, 39 തുടങ്ങിയ കപ്പലുകൾ ഇങ്ങനെ നിരനിരയായി ഈ 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും അതുപോലെ തന്നെ ഈ 23 യാർഡ് ക്രെയിനുകളും ഇവിടെ എത്തിച്ചു. ഇനി ഇവിടെ എത്താനുള്ളത് ഒരു ഷിഫ്റ്റ് ഷോർ ക്രെയിൻ കൂടിയാണ്. അത് നിലവിലുള്ള പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമല്ലാത്തത് കൊണ്ടാണ് അത് എത്തിക്കാത്തത്. അത് ഉടൻ തന്നെ എത്തിച്ചേരുമെന്നുള്ള കാര്യവും കഴിഞ്ഞ ദിവസം മന്ത്രിയും അതുപോലെ തന്നെ തുറമുഖ MD ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. എന്തായാലും വലിയൊരു
സ്വപ്നത്തിന് വലിയൊരു സ്വപ്ന സാഫല്യമാണ് ഇന്ന് നടക്കാൻ പോകുന്നതെന്ന് പറയുന്നതിൽ തർക്കമില്ല. നമുക്കറിയുന്നത് പോലെ തന്നെ രാജ്യത്തെ ഒരു തുറമുഖത്ത് പോലും മദർഷിപ്പ് അടുക്കില്ല. അതോടൊപ്പം തന്നെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് സംവിധാനം രാജ്യത്തെ ഒരു തുറമുഖത്തും ഇല്ല. നിലവിൽ 60% ചരക്ക് നീക്കവും കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുറമുഖങ്ങളിലൂടെയാണ് നടക്കുന്നത്. അതിനി അതായത് മദർഷിപ്പുകൾക്ക് നേരിട്ട് വിഴിഞ്ഞം തുറമുഖത്ത് എത്താൻ കഴിയുന്നതോടെ ഈ 60% വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിലൊരു വലിയ ശതമാനവും വിഴിഞ്ഞത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പ്രതിവർഷം 1000 കോടി വരെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ വികസന പ്രവർത്തനങ്ങളാണ്. ഏറ്റവും പ്രധാനമായും ഈ തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ തുരങ്കപാതയുണ്ട്. ആ റെയിൽവേ തുരങ്കപാതയ്ക്കുള്ള സ്ഥലമേറ്റെടുപ്പ് നടപടികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഏതാണ്ട് 10 കിലോമീറ്ററോളം വരുന്ന റെയിൽവേ തുരങ്കപാതയിൽ 9 കിലോമീറ്ററും ഭൂമിയുടെ അടിയിലൂടെ പോകുന്ന തുരങ്കപാതയാണ്. അതുകൊണ്ട് തന്നെ വലിയ മുന്നൊരുക്കങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. മറ്റൊരു കാര്യം, ഈ തുറമുഖത്തെയും ദേശീയപാത 66നെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡിന്റെ പ്രവർത്തനങ്ങളാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇതുമായി ബന്ധപ്പെട്ട അധികൃതരും മന്ത്രിയും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മറ്റൊന്ന് ഈ റിംഗ് റോഡ് പദ്ധതിയാണ്. നാവായിക്കുളം മുതൽ വിഴിഞ്ഞം തുറമുഖം വരെയുള്ള റിംഗ് റോഡ് പദ്ധതി. അത് കണ്ടെയ്നറുകളുടെ ഈ തിരക്കുകൾ ഒക്കെ മാറ്റി കണ്ടെയ്നർ ട്രക്കുകൾ വളരെ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ ഈ തിരുവനന്തപുരം കടന്നു പോകാനായി ഒരുക്കുന്ന ഈ ഔട്ടർ റിംഗ് റോഡ്, ആ റിംഗ് റോഡിന്റെയും ഒരുക്കങ്ങൾ അത് 2 വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വിഴിഞ്ഞം തുറമുഖത്ത് സജ്ജമാണ്. ക്രിസ്റ്റീന. അഖിൽ ഷാ അൻസാറാണ് വിഴിഞ്ഞത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി ആഴിമലയിൽ നിന്ന് ഷഫീദ് റാവുത്തർ കൂടി ചേരുകയാണ്. ഷഫീദ്, ഇന്ന് ഈ കസ്റ്റംസ് ക്ലിയറൻസിനുള്ള ഡോക്യുമെന്റേഷൻ, ഇനി നടക്കാൻ പോകുന്ന കസ്റ്റംസ് ക്ലിയറൻസ് ഡോക്യുമെന്റേഷൻ, അതുപോലെ തന്നെ ഈ ക്രെയിനുകൾ അടക്കമുള്ള യന്ത്രങ്ങളുടെ പരിശോധന, ഇവയൊക്കെയാണല്ലോ. എത്രത്തോളം സജ്ജമാണ്? ഏത് തരത്തിലാണ് അവിടെ ഒരുക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നത്? ക്രിസ്tina, കേരളത്തെ സംബന്ധിച്ച അഭിമാനകരമായ നിമിഷം, അതല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന നിമിഷം, കേരളത്തിന്റെ വികസന കുതിപ്പ്, ഇന്ത്യയുടെ കപ്പൽ ഭൂപടത്തിൽ, ലോകത്തിന്റെ കപ്പൽ ഭൂപടത്തിൽ ഇന്ത്യയെ മാർക്ക് ചെയ്യാൻ പോകുന്ന തരത്തിലേക്കുള്ള മാറ്റം, അതാണ് വിഴിഞ്ഞം തുറമുഖം കൊണ്ട് സാധ്യമാകുന്നത്. ഇക്കാണുന്ന കടൽ സ്പേസിലൂടെ അല്ലെങ്കിൽ കപ്പൽ ചാലിലൂടെ അല്പസമയത്തിനുള്ളിൽ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരത്തെ കടുക്കും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ബാറുകളടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതാണ് ഈ കപ്പൽ ചാൽ എന്ന് പറയുന്നത്. ഈ കപ്പൽ ചാലിൽ കൂടിയാണ് 7:45 സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തെ കടുക്കുന്നത് എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. വിഴിഞ്ഞം അഖിൽഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്വാഭാവിക ആഴം, അത്യപൂർവ പ്രത്യേകതകൾ, ഇതടക്കമാണ് ലോകത്തെ കപ്പൽ വ്യാപാരത്തെ തന്നെ വിഴിഞ്ഞത്തേക്ക് എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞത്. 2000 ആലോചന ആരംഭിച്ച് 2009 പഠനം പൂർത്തിയാക്കി, 2013 പാരിസ്ഥിതികാനുമതി തേടി, 2015 നിർമ്മാണം തുടങ്ങി, 2024 പൂർത്തിയാക്കുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി അത് വലിയ വികസന മാതൃക കൂടി സംസ്ഥാനത്തെ സംബന്ധിച്ച് സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 20 മീറ്റർ സ്വാഭാവിക ആഴമെന്നതാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട പോർട്ടുകളിൽ നിന്ന് വിഴിഞ്ഞത്തെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മദർഷിപ്പുകൾ കടുക്കാൻ സൗകര്യപ്രദമായിട്ടുള്ള സാഹചര്യം, അതാണ് വിഴിഞ്ഞത്തെ സ്വാഭാവികമായിട്ടുള്ള സവിശേഷത. ആ സവിശേഷതയാണ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും തുറമുഖത്ത് അത് ക്രമീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ അവസാനഘട്ട വിലയിരുത്തലും ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളും പൂർത്തിയാക്കി. തുറമുഖത്ത് ഇപ്പോൾ തന്നെ ഉറപ്പിച്ചിരിക്കുന്ന ക്രെയിനുകൾ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധനാ വിധേയമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും ഏതാണ്ട് 23ഓളം യാർഡ് ക്രെയിനുകളുമാണുള്ളത്. ആ ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചതിൻ്റെ ഒരു സജീവ പ്രത്യേകതയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. കാരണം മദർഷിപ്പുകൾ അടുക്കുന്ന മദർ പോർട്ട്, അതിനുമപ്പുറത്തേക്ക് ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്നുള്ള പ്രത്യേകതകൾ കൂടി വിഴിഞ്ഞത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അതായത് മദർഷിപ്പുകളിൽ നിന്ന് നേരിട്ട് വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുന്ന, അല്ലെങ്കിൽ മദർഷിപ്പുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് നേരിട്ടെടുക്കുന്നു. അവിടെ നിന്ന് കണ്ടെയ്നർ മൂവ്മെന്റ് സുഖകരമായി നടക്കുന്നു. ഫീഡർ ബോട്ടുകളിലേക്ക് അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു. നിലവിൽ കൊളംബോയും ദുബൈയും ഒക്കെ ആശ്രയിച്ചിരുന്ന ആ ചരക്ക് മാറ്റം, ആ ചരക്ക് കൈമാറ്റം ഇനി മുതൽ കേരളത്തിന് സാധ്യമാകുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്ക് അത് സാധ്യമാകുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ യാർഡ് ക്രെയിനുകളുടെ അടക്കം
പരിശോധനകൾ അല്ലെങ്കിൽ അവസാനഘട്ട പരിശോധനകൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ ഒരു തുറമുഖത്തും മദർഷിപ്പുകൾ അടുക്കാനുള്ള സൗകര്യമില്ല. നിലവിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുറമുഖങ്ങളിലൂടെയാണ് ചരക്ക് നീക്കം. രാജ്യത്തെ വിവിധ തുറമുഖങ്ങളിൽ നിന്ന് ഫീഡർ കപ്പലുകൾ പോയാണ് ചരക്കിറക്കുകയും കയറ്റുകയും ഒക്കെ ചെയ്യുന്നത്. ഇനി എല്ലാം നേരിട്ട് എന്നുള്ളതാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. രാജ്യത്തെ ആദ്യ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇനി നമുക്ക് ഈ കടൽ സ്പേസ് ഒന്ന് പരിശോധിച്ചാൽ ക്രിസ്ത്യന, നമുക്ക് ആ ചെറിയ ബാറുകൾ അവിടെ കാണാൻ കഴിയും. ഈ ബാറുകളാണ് കപ്പൽശാലകൾ. ഈ കപ്പൽശാലകളിലൂടെയായിരിക്കും സാൻ ഫെർണാണ്ടോ ആദ്യം എത്തുക. അതിനുശേഷം അവിടെ നിന്ന് വാട്ടർ സല്യൂട്ട് അടക്കമുള്ള കാര്യങ്ങൾ അത് ഔദ്യോഗിക ബഹുമതി എന്നോണം നൽകും. ശേഷമായിരിക്കും ടഗ് ബോട്ടുകൾ എത്തി വിഴിഞ്ഞം തുറമുഖത്തേക്ക് സാൻ ഫെർണാണ്ടോയെ ആനയിക്കുക എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സാൻ ഫെർണാണ്ടോയ്ക്കും പ്രത്യേകതകൾ നിരവധി. ഡേവു ഷിപ്പ് ബിൽഡിംഗ് കമ്പനി 2014 നിർമ്മാണം പൂർത്തിയാക്കിയ സാൻ ഫെർണാണ്ടോയുടെ നീളം 300 മീറ്ററാണ്, വീതി 48 മീറ്ററും. അപ്പോൾ ഒരു കൂറ്റൻ കപ്പൽ അതാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യം അടുക്കുന്നത്. 9,000 കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുണ്ട് സാൻ ഫെർണാണ്ടോയ്ക്ക്. എന്നാൽ 2,000 കണ്ടെയ്നറുകൾ മാത്രമായിരിക്കും വിഴിഞ്ഞത്ത് ആദ്യഘട്ടത്തിൽ എത്തുക. അതിൽ 1960 കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കും, വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി ഇറക്കും എന്നുള്ളതും കണക്കായി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ മാസം 22-നാണ് സാൻ ഫെർണാണ്ടോ ഹോങ്കോങ് വിട്ടത്. ചൈനയിലെ ഷാങ്ഹായ്, സിയാമൻ തുറമുഖങ്ങൾ കടന്ന് ജൂലൈ 1-ന് ഷിയാമിനിൽ നിന്നും ചരക്കുകളും കയറ്റിയാണ് സാൻ ഫെർണാണ്ടോയുടെ വരവ്. തുറമുഖത്തിന്റെ 800 മീറ്റർ ബെർത്തിന്റെ മധ്യഭാഗത്ത് നങ്കൂരമിടുന്ന സാൻ ഫെർണാണ്ടോ ചരക്കുകൾ ഇറക്കിയതിനു ശേഷം ഈ നാളെ കൊണ്ട് തന്നെ തിരികെ മടങ്ങുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നാലെ 2 ഫീഡർ ബോട്ടുകൾ എത്തും. ആ ഫീഡർ ബോട്ടുകളിലായിരിക്കും ഈ ചരക്ക് നീക്കം അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം സാധ്യമാവുക. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. നാളെയാണ് ഔദ്യോഗിക ചടങ്ങുകൾ, ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചടങ്ങുകൾ നടക്കുക. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് നിരവധി ആളുകളുണ്ടാകും, കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച ആളുകളുണ്ടാകും. വിവാദങ്ങൾ പലത് നടന്നു വിഴിഞ്ഞത്ത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രതിസന്ധികൾ പലതുണ്ടായി. ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യ മദർഷിപ്പ് അല്പസമയത്തിനുള്ളിൽ എത്തുന്നത്. നമ്മൾ ഈ കാണുന്ന കടൽച്ചാലിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ കപ്പൽച്ചാലിലൂടെ ആയിരിക്കും ഈ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുന്നത്. ആ കാഴ്ചകൾ നമുക്ക് ആദ്യം ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2000-ലായിരുന്നു ആദ്യ ആലോചനകൾ. അതിനു മുൻപ് ചരിത്രപരമായ നിരവധി സവിശേഷതകൾ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിട്ടുണ്ട്. ആയി രാജവംശത്തിന്റെ കാലത്തെ തുറമുഖം, ആ തുറമുഖം പിന്നെ ചേര, ചോള, പാണ്ഡ്യ രാജവംശങ്ങളുടെ കയ്യിലേക്ക് പോകുന്നു. ഒടുവിൽ ആ വിഴിഞ്ഞം തുറമുഖം അത് തകർക്കപ്പെടുന്നു. അതിനുശേഷമാണ് 1940-ൽ അന്ന് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്ത് അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജഭരണം ഉണ്ടാകുന്ന കാലത്ത് വിഴിഞ്ഞത്തേക്ക് വീണ്ടും ഒരു തുറമുഖം എന്നുള്ള ആലോചന വരുന്നത്. പിന്നാലെ ജനാധിപത്യ ഭരണകാലം വന്നപ്പോൾ വീണ്ടും അതിനകത്തൊരു തിരിച്ചടി നേരിട്ടു. അതിനുശേഷം ഏതാണ്ട് 2000-ലാണ് ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ ഉയർന്നത്. അത് കേരളത്തെ സംബന്ധിച്ച് മറ്റ് പോർട്ട് അല്ലെങ്കിൽ കൊച്ചി തുറമുഖം എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ മറ്റു പോർട്ടുകൾ, ആ പോർട്ടുകളിൽ നിന്ന് വിഴിഞ്ഞത്തെ വ്യത്യസ്തമാക്കിയത് ആഴക്കൂടുതലായിരുന്നു. ആഴക്കൂടുതൽ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ആ രീതിയിലേക്കുള്ളൊരു പഠനം 2000-ൽ ആലോചിച്ചത്. പക്ഷേ ആ പഠനം പല വിധത്തിൽ നീണ്ടുപോയി. 2009-ൽ അതുമായി ബന്ധപ്പെട്ട പഠനം, തിരക്കിട്ട പഠനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഈ സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ വീണ്ടും ഒരു പദ്ധതി കൊണ്ടുവരാനുള്ള ശ്രമം നടന്നു. പക്ഷേ അവിടെയും തിരിച്ചടി നേരിട്ടു. അങ്ങനെ 2013-ൽ പാരിസ്ഥിതികാഘാത പഠനം, അത് പാരിസ്ഥിതികാഘാത അനുമതി ലഭിച്ചു. 2015 ഡിസംബർ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ആരംഭിച്ചു. അങ്ങനെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് അതുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രതിസന്ധികൾ ഓരോന്നോരോന്ന് അതിജീവിച്ചാണ് വിഴിഞ്ഞം തുറമുഖം സാധ്യമാകുന്നത് എന്നുള്ളതും നമ്മൾ ആ ചിത്രത്തിൽ കാണണം. അതല്ലെങ്കിൽ സാൻ ഫെർണാണ്ടോ എന്നൊരു കപ്പലെടുക്കുമ്പോൾ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. 2015 ഓഗസ്റ്റ് 17-നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അതേപോലെ തന്നെ അദാനി ഗ്രൂപ്പും തുറമുഖത്തിനായി കരാറിൽ ഒപ്പുവെക്കുന്നത്. ശേഷം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രയധികം നീണ്ടതിൽ പല വിധത്തിലുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നമുക്കറിയാം 2017 ഓഖി ചുഴലിക്കാറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളെ കാര്യമായി പിന്നോട്ടടിച്ചു. അന്ന് ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്ന ചില കാര്യങ്ങൾ പുലിമുട്ടടക്കം അടർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം കല്ലിൻ്റെയും അസംസ്കൃത വസ്തുക്കളുടെയും ഒക്കെ ക്ഷാമം അതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്ത് നേരിട്ടു. പിന്നാലെയാണ് രാജ്യത്തെ ആകെ പിടിച്ചുകുലുക്കിയ, ലോകത്തെ ആകെ പിടിച്ചുകുലുക്കിയ കോവിഡ് വരുന്നത്. കോവിഡ് വന്ന് ഏതാണ്ട് 3 വർഷത്തോളം കാലം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ ഈ കോവിഡിനും പിന്നാലെ ഉണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി അത് വിഴിഞ്ഞം സമരമായിരുന്നു. ആ വിഴിഞ്ഞം സമരം ഈ ലത്തീൻ അതിരൂപതയുടെ അടക്കം നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു. അവരുടെ ആവശ്യം ആ സമയത്ത് ഈ തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ ആകെ കടൽക്ഷോഭം ആഞ്ഞടിച്ചു. അങ്ങനെ തീരദേശം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി.
അത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം കാരണമാണെന്നും അവരുടെ ഉപജീവനം നഷ്ടപ്പെട്ടു, ജീവിക്കാൻ അവസ്ഥയില്ല എന്നതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വിഴിഞ്ഞം പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞം സമരം ആരംഭിച്ചത്. ആ സമരം ആദ്യം സെക്രട്ടേറിയറ്റിന് മുൻപിലും പിന്നാലെ ഈ തുറമുഖ നിർമ്മാണ പ്രദേശത്തും അവിടെയും വന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കാണുകയും ചെയ്യാം. അതായത് ആ നീണ്ട ഒരു യാർഡടക്കമുള്ള കാര്യങ്ങൾ നമുക്കവിടെ കാണുകയും ചെയ്യാം. അങ്ങനെ വിഴിഞ്ഞം സമരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ സമരം അങ്ങനെ തുറമുഖ നിർമ്മാണ മേഖലയിലേക്ക് എത്തി. ആ തുറമുഖ നിർമ്മാണ മേഖലയിൽ നിർമ്മാണത്തെ തടസ്സപ്പെടുന്ന രീതിയിൽ സമരം പോയപ്പോഴാണ് സർക്കാർ അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾക്കൊക്കെ ഒരുങ്ങുന്നത്. അങ്ങനെ നമ്മൾ കൈവിട്ട്, അതായത് ഈ സമരം ഒരു ഘട്ടത്തിൽ കൈവിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നതും വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് ചരിത്രമായി നിലനിൽക്കും. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ വീണ്ടും മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുകയും ആ ചർച്ചയ്ക്കൊടുവിൽ സമരം പിൻവലിക്കുകയും പിന്നാലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. വീണ്ടും തടസ്സം ചുണ്ണാമ്പുകല്ലും അതേപോലെ തന്നെ കരിങ്കല്ലിന്റെയും ക്ഷാമമായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നടക്കം കരിങ്കല്ല് എത്തിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം വീണ്ടും ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതിനൊക്കെ ഒടുവിൽ അത്തരം പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നത്. സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുന്നത്. ക്രിസ്റ്റീന. ശരി, 20 മീറ്റർ സ്വാഭാവിക ആഴം, രാജ്യാന്തര കപ്പൽ ചാലുകളുമായുള്ള അടുപ്പം, അതേപോലെ തന്നെ 20,000 കണ്ടെയ്നറുകൾ വരെ വഹിക്കാവുന്ന മദർഷിപ്പുകൾക്ക് ഇറങ്ങാവുന്ന സൗകര്യം, രാജ്യത്ത് മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാനില്ലാത്ത ഈ ശക്തികളാണ് വിഴിഞ്ഞം തുറമുഖത്തെ ലോക വ്യാപാര ഭൂപടത്തിൽ തന്നെ അടയാളപ്പെടുത്തലാകാൻ പോകുന്നത്. സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ എത്തുമ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് എന്ന ആദ്യഘട്ടം ആരംഭിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ രാജ്യത്തെ കയറ്റിറക്കുമതിയുടെ ഏറിയ പങ്കും വഹിക്കാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖമാണ്. ആദ്യഘട്ടത്തിൽ 5,000 പേർക്ക് പ്രത്യക്ഷമായും നിരവധി പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്ന ഒരു പദ്ധതി കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഖിൽ ഷാ അൻസാറും ആഴിമലയിൽ നിന്ന് ഷഫീദ് റാവുത്തറും. വിഴിഞ്ഞം തുറമുഖത്തേക്ക് മദർഷിപ്പ് എത്തുമ്പോൾ പൂർത്തിയാകുന്നത് നാളുകൾ നീണ്ട കാത്തിരിപ്പാണ്. വിവിധ സർക്കാരുകളുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകൾ പല കാലങ്ങളിൽ വിഴിഞ്ഞത്തുണ്ടായിട്ടുണ്ട്. രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപേ ആരംഭിച്ച ആ ചർച്ചകളുടെ നാൾവഴിയിലേക്ക് 1940കളുടെ തുടക്കത്തിലാണ് വിഴിഞ്ഞത്ത് പുതിയ തുറമുഖമെന്ന ആലോചന വരുന്നത്. അന്ന് മുൻകൈയെടുത്തത് തിരുവിതാംകൂർ ദിവാനായ രാമസ്വാമി അയ്യർ. ജനാധിപത്യ ഭരണം വന്നതോടെ ആലോചന അപ്പാടെ അവസാനിച്ചു. 1996-ൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാർ വീണ്ടും തുറമുഖമെന്ന ആശയം മുന്നോട്ട് വെച്ചു. 2000-ൽ പദ്ധതിയെക്കുറിച്ച് പഠനം ആരംഭിച്ചു. 2009-2010 വർഷം പഠന പരമ്പരകൾ നടന്നു. ഭൂവുടമ മാതൃകയിൽ പദ്ധതി ഏറ്റെടുക്കാൻ തീരുമാനമായി. 2013-ൽ കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചു. 2015-ൽ UDF സർക്കാരിന്റെ കാലത്ത് കരാർ അദാനിക്ക് നൽകി. ഒടുവിൽ 2015 ഡിസംബറിൽ സ്വപ്ന പദ്ധതിക്ക് നിർമ്മാണ തുടക്കം. 1000 ദിനങ്ങൾ കൊണ്ട് ആദ്യത്തെ കപ്പൽ വിഴിഞ്ഞത്തെത്തുമെന്ന് അന്നത്തെ പ്രഖ്യാപനം. 2017-ൽ ഓഖി ചുഴലിക്കാറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളെ പുറകോട്ടടിച്ചു. പിന്നാലെ കോവിഡ് എത്തി. ഇതിനിടയിലൊക്കെയും പ്രതിഷേധങ്ങൾ ഒരു വഴിക്ക് നടന്നു. എല്ലാത്തിനുമൊടുവിൽ 2023 ഒക്ടോബറിൽ വിഴിഞ്ഞത്തേക്കുള്ള ക്രെയിനുമായി ഷെൻഹുവ 15 തുറമുഖത്ത് നങ്കൂരമിട്ടു. ഇന്നിതാ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ എത്തുന്നു. കാലങ്ങളും പ്രതിസന്ധിയും അങ്ങനെ പലതു കടന്നാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരമണയുന്നത്. കടമ്പകൾ കുറച്ചുകൂടി ബാക്കിയുണ്ട്. എല്ലാത്തിനുമൊടുവിൽ നാടിന് അഭിമാനിക്കാവുന്ന കഥയും കണക്കും പറയാനാവും. ക്യാമറാമാൻ മനീഷ് VS-നൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് കരുത്തു പകരാൻ 2 സുപ്രധാന പദ്ധതികളാണ് അണിയറയിൽ തയ്യാറാകുന്നത്. വിഴിഞ്ഞത്തെ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയും വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള റിംഗ് റോഡും. സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. വിഴിഞ്ഞത്തെ ചരക്കുനീക്കം സുഗമമാകണമെങ്കിൽ മികച്ച കണക്ടിവിറ്റി വേണം. കൂറ്റൻ കണ്ടെയ്നർ ട്രെയിലറുകൾക്ക് പോകാൻ പശ്ചാത്തല സൗകര്യമൊരുക്കണം. വിഴിഞ്ഞം ബാലരാമപുരം റെയിൽപാതയും റിംഗ് റോഡുമെല്ലാം യാഥാർത്ഥ്യമായാലേ പൂർണ്ണാർത്ഥത്തിൽ വിഴിഞ്ഞം ജനോപകാരപ്രദമാവുകയുള്ളൂ. 10.76 കിലോമീറ്റർ റെയിൽപാതയിൽ 9.5 കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെയാണ് 1400 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്. ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെയ്നർ യാർഡും നിർമ്മിക്കും. നിലവിൽ പാരിസ്ഥിതിക സാമൂഹികാഘാത പഠനങ്ങൾ കഴിഞ്ഞു. കേന്ദ്ര റെയിൽവേയുടെ അംഗീകാരവും ലഭിച്ചു. സ്ഥലമേറ്റെടുപ്പ് നടപടികളാണ് പുരോഗമിക്കുന്നത്. റോഡിലൂടെയുള്ള ചരക്ക് നീക്കം ഗതാഗത തടസ്സങ്ങളില്ലാതെ നടക്കുക എന്നതാണ് റിംഗ് റോഡിന്റെ പ്രധാന ലക്ഷ്യം. 2 വർഷത്തിനുള്ളിൽ റിംഗ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. കേവലം വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള കണക്ടിവിറ്റി മാത്രമല്ല റിംഗ് റോഡും തുരങ്കപാതയും തുറന്നിടുന്നത്. തെക്ക് തിരുവനന്തപുരം മുതൽ മധ്യ കേരളം വരെയുള്ള അനേകം വികസന കുതിപ്പുകൾക്കുള്ള കവാടം കൂടിയാണ് തുറക്കപ്പെടുന്നത്. വിഴിഞ്ഞത്ത് നിന്നും അജീഷ് ജയകുമാർ,
24. സംസ്ഥാനത്ത് പനി പടരുന്നു. ഇന്നലെ മാത്രം സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത് 13,600 പേർ. H1N1, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്ത കേസുകളും വർദ്ധിക്കുന്നു. 164 പേർക്ക് ഡെങ്കിപ്പനിയും 45 പേർക്ക് H1N1ഉം 24 പേർക്ക് മഞ്ഞപ്പിത്തവും ഇന്നലെ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 8 പനിമരണങ്ങളാണ് ഉണ്ടായത്. തിരുവനന്തപുരത്ത് കോളറ ബാധിച്ചവരുടെ എണ്ണം 2ആയി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 25-കാരനാണ് അസുഖം സ്ഥിരീകരിച്ചത്. SIT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിക്ക് കഴിഞ്ഞ ദിവസം കോളറ സ്ഥിരീകരിച്ചിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള 12-കാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഹർജിയിന്മേൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാരും NTA-യും ഇന്നലെ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ഇരുവരുടെയും സത്യവാങ്മൂലത്തിൽ ചോദ്യപേപ്പർ ചോർച്ച ഒറ്റപ്പെട്ട സംഭവമായാണ് പരാമർശിച്ചത്. നീറ്റ് പരീക്ഷാ ഫലത്തിൽ അസ്വാഭാവികതയില്ലെന്ന് കേന്ദ്രവും ടെലിഗ്രാമിൽ പ്രചരിച്ച ചോദ്യപേപ്പർ ദൃശ്യങ്ങൾ വ്യാജമെന്ന് NTA-യും സുപ്രീംകോടതിയെ അറിയിച്ചു. പരീക്ഷയുടെ പവിത്രതയ്ക്കേറ്റ കളങ്കം വേർതിരിക്കാനായില്ലെങ്കിൽ പുനഃപരീക്ഷ നടത്താമെന്ന നിലപാടിലാണ് സുപ്രീംകോടതി. ഹർജിക്കാരോട് പ്രധാന വാദങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കാനും സുപ്രീംകോടതി അറിയിച്ചിരുന്നു. ജമ്മുകാശ്മീരിലെ കത്വയിൽ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. കത്വ, ഉധംപൂർ, ദാദർവ എന്നിവിടങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയിലും തെരച്ചിൽ ഊർജിതമായി തുടരുന്നതായി സൈന്യം അറിയിച്ചു. കരസേനയുടെ പാരാ കമാൻഡോകളെ കത്വയിലെ വനമേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഡ്രോണുകൾ, സ്നിഫർ ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ, മെറ്റൽ ഡിറ്റക്ടറുകൾ തുടങ്ങിയവയുടെ സഹായത്തോടെയാണ് തെരച്ചിൽ. 3 ദിവസത്തെ തെരച്ചിലിനിടെ ഇതുവരെ 25ഓളം പേരെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കത്വ ജില്ലയിലെ ബദ്നോട്ട ഗ്രാമത്തോട് ചേർന്നുള്ള മേഖലയിൽ ഇപ്പോഴും ഭീകരർ ഒളിച്ചിരിക്കുന്നതായാണ് സൈന്യത്തിന് ലഭിച്ച വിവരം. ആക്രമണത്തിൽ പങ്കെടുത്ത 3 ഭീകരർക്ക് സൈന്യത്തിന്റെ തിരിച്ചടിയിൽ പരിക്കേറ്റതായാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. രജൌരി, പൂഞ്ച് മേഖലകളിലും തെരച്ചിൽ നടക്കുന്നുണ്ടെന്ന് ജമ്മുകാശ്മീർ പോലീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എന്നാൽ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഉത്തർപ്രദേശിൽ ശക്തമായ മഴ തുടരുന്നു. 12 ജില്ലകളിൽ പ്രളയ സമാനമായ സാഹചര്യം. പിലിഭിത്ത്, ശ്രാവസ്തി, കനൌജ്, പ്രയാഗ്രാജ്, കൌശാംബി തുടങ്ങി 100-ലധികം ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും വെള്ളക്കെട്ടിലാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥിതിഗതികൾ വിലയിരുത്തി. ദുരിത മേഖലകളിലുള്ളവരുമായും യോഗി ആദിത്യനാഥ് കൂടിക്കാഴ്ച നടത്തി. NDRF, SDRF സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ഡൽഹി, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്ന CPIയുടെ ദേശീയ നേതൃയോഗങ്ങൾ ഇന്ന് ഡൽഹിയിൽ തുടങ്ങും. ഇന്നും നാളെയും ദേശീയ എക്സിക്യൂട്ടീവും തുടർന്നുള്ള 3 ദിവസങ്ങളിൽ ദേശീയ കൌൺസിലും ചേരും. ആത്മവിമർശനപരമായ ചർച്ചകൾ യോഗത്തിലുണ്ടാകുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ കേരളത്തിലെ സാഹചര്യങ്ങൾ വിശദമായി ചർച്ചയ്ക്ക് വരുമെന്ന് നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനും മുഖ്യമന്ത്രിക്കും എതിരെ ഉയർന്ന വിമർശനങ്ങൾ ദേശീയ നേതൃയോഗങ്ങളിലും ഉണ്ടാകാനാണ് സാധ്യത. സംസ്ഥാനതല അവലോകന യോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സർക്കാരിന്റെ പ്രവർത്തന ശൈലിയിലെ മാറ്റം, മുൻഗണനാ പട്ടിക തുടങ്ങിയ കാര്യങ്ങളിൽ ചർച്ചകൾ ഉയരാനും സാധ്യതയുണ്ട്. രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ വിവാദങ്ങളും ദേശീയ നേതൃയോഗങ്ങളിൽ ഉയർത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. കോഴിക്കോട്ടെ PSC കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുക്കാൻ CPIM. പ്രമോദിൽ നിന്ന് പാർട്ടി വിശദീകരണം എഴുതി വാങ്ങിയതായാണ് സൂചന. പ്രമോദിനെതിരായ നടപടി ജൂലൈ 13 നടക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യും. കടുത്ത നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഏരിയ കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു. അതേസമയം പാർട്ടിക്ക് മുന്നിൽ പരാതി എത്തിയിട്ടില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ജില്ലാ സെക്രട്ടറി P മോഹനനും. കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അരൂർ, തുറവൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ദേശീയപാത അതോറിറ്റി ഇന്ന് സമർപ്പിച്ചേക്കും. സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ടെന്ന് അമിക്കസ് ക്യൂറി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രദേശത്ത് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനമില്ല. അതിനാൽ പമ്പ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് നീക്കണമെന്നാണ് അമിക്കസ് ക്യൂറി കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് കേസ് പരിഗണിക്കുന്നത്.
വാഹനങ്ങളിലെ രൂപമാറ്റം സംബന്ധിച്ച വിഷയം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നിയമം ലംഘിച്ചു വാഹനമോടിച്ച ആകാശ് തില്ലങ്കേരിക്കെതിരെ സ്വമേധയാ കേസെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിരുന്നു. നമ്പർ പ്ലേറ്റ് ഇല്ലാതെയും സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുമായിരുന്നു ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് യാത്ര. ബീക്കൺ ലൈറ്റ് ഉപയോഗിച്ചതിൽ സർക്കാർ വാഹനത്തിനെതിരെ നടപടി സ്വീകരിക്കാനും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. KMML MDയുടെ വാഹനം കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കാനായിരുന്നു നിർദ്ദേശം. വയനാട് തലപ്പുഴയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ശക്തമാകുന്ന സാഹചര്യത്തിൽ പരിശോധന ഊർജിതമാക്കി പോലീസ്. കുഴിബോംബ് കണ്ടെത്തിയ മക്കിമല കൊടക്കാട് നിന്ന് അത്ര അകലെയല്ല യൂണിഫോം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെത്തിയ പൊയിൽ പ്രദേശം. കണ്ണൂർ, വയനാട് ജില്ലകളിലായി പ്രവർത്തിക്കുന്ന കബനി ദളത്തിൽ 4 പേർ മാത്രമാണുള്ളതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. മുതൽ വയനാട്ടിലെ തിരുനെല്ലി വരെയുള്ള വനമേഖലയിലാണ് മാവോയിസ്റ്റ് കബനി ദളത്തിന്റെ പ്രവർത്തനം. കൊല്ലപ്പെടലും കീഴടങ്ങലും പിടികൂടലുമൊക്കെയായി അംഗബലം കുറഞ്ഞു. വിക്രം ഗൌഡയടക്കമുള്ള മാവോയിസ്റ്റ് നേതാക്കൾ കർണാടകയുടെ ഭാഗമായ പ്രദേശങ്ങളിലേക്ക് നീങ്ങിയതായും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. നിലവിൽ CP മൊയ്തീൻ കമാൻഡറായ 4-അംഗ സംഘമാണ് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കമ്പമല, മക്കിമല, പൊയിൽ, തലപ്പുഴ, പേരിയ തുടങ്ങിയ മേഖലകളിലെ ആദിവാസി കോളനികളും തോട്ടങ്ങളുമൊക്കെയാണ് മാവോയിസ്റ്റുകളുടെ സഞ്ചാര മേഖല. പോലീസ് തെരച്ചിൽ സജീവമാക്കുമ്പോൾ സാധന സാമഗ്രികളെല്ലാം വനത്തിലെ പല ഭാഗങ്ങളിലും ഒളിപ്പിച്ച് താവളങ്ങൾ മാറ്റും. ഇത്തരത്തിൽ ഒളിപ്പിച്ച യൂണിഫോം അടക്കമുള്ള വസ്തുക്കളാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. കൊടക്കാട് വനമേഖലയിൽ കുഴിബോംബ് കണ്ടെത്തിയതോടെയാണ് പോലീസിന്റെ തെരച്ചിൽ സജീവമായത്. അതേസമയം യൂണിഫോം കണ്ടെത്തിയതും കുഴിബോംബ് കണ്ടെത്തിയതും മാവോയിസ്റ്റ് വിരുദ്ധ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതുമെല്ലാം പോലീസിന്റെ കുതന്ത്രമെന്നാണ് പോരാട്ടമടക്കമുള്ള സംഘടനകൾ വാദിക്കുന്നത്. ഇന്ന് കുഴിബോംബ് സ്ഥാപിച്ച സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ മാധ്യമപ്രവർത്തകരെയോ മനുഷ്യാവകാശ പ്രവർത്തകരെയോ ഒന്നും അനുവദിച്ചിട്ടില്ല. രണ്ടാമത്, അവിടെ മാവോയിസ്റ്റുകൾക്കെതിരായി പ്രചരിച്ച പോസ്റ്ററുകൾ, ഈ പോസ്റ്ററുകൾക്ക് ഉടമസ്ഥരില്ല. ഈ പോസ്റ്ററുകൾ ഏത് പ്രസ്സിൽ അടിച്ചു എന്ന് അന്വേഷിച്ചാൽ തന്നെ ഇത് തണ്ടർബോൾട്ട് ചെയ്തതാണെന്ന് വ്യക്തമാകും. അപ്പോൾ ഇത് കൃത്യമായും പോലീസ് ചെയ്യുന്നതാണ് എന്നുള്ള ബലമായ സംശയം ഞങ്ങൾക്കുണ്ട്. രക്തത്താൽ രക്തകടം വീട്ടുമെന്നാണ് തിരുനെല്ലിയിൽ മാവോയിസ്റ്റുകൾ പതിച്ച പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ മാവോയിസ്റ്റുകൾ ശക്തി തെളിയിക്കാനുള്ള ശ്രമം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളുന്നില്ല. മേഖലയിൽ ശക്തമായ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. 24 വയനാട്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. താമരശ്ശേരി ചുരത്തിൽ വാഹനാപകടം. പച്ചക്കറി കയറ്റുവന്ന പിക്കപ്പ് ലോറി മറിഞ്ഞാണ് അപകടമുണ്ടായത്. ആളപായമില്ല. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത് സമീർ C. മുഹമ്മദാണ്. സമീർ, വലിയ അപകടം ആകാമായിരുന്ന ഒരു പ്രശ്നമാണിത്. പക്ഷേ ഇപ്പോൾ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ഈ പിക്കപ്പ് ലോറി മറിഞ്ഞുള്ള അപകടം എപ്പോഴാണ് സംഭവിച്ചത്? വിവരങ്ങൾ. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് താമരശ്ശേരി ചുരത്തിൽ വാഹനാപകടം ഉണ്ടായത്. ലോഡുമായി വന്ന പിക്കപ്പ് ലോറി മറിഞ്ഞു എന്നാലും ചുരത്തിൽ നിന്ന് താഴേക്ക് പതിച്ചിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസമായ ഒരു കാര്യം. അതിൻ്റെ സൈഡ് ഭിത്തിയിൽ അത് തങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ താഴേക്ക് പതിച്ചിട്ടില്ല. അതിനാൽ ആളപായവുമില്ല. ചുരത്തിൻ്റെ 8-ാം വളവിനും 9-ാം വളവിനും ഇടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. തക്കാളിയുമായി വന്ന പിക്കപ്പ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. KL 07 BW 7749 എന്ന വാഹനമാണ് മറിഞ്ഞിരിക്കുന്നത്. അതിൽ ഡ്രൈവർ ആണ് ഉള്ളത്. ഇയാൾക്ക് ഒരു തരത്തിലുള്ള പരിക്കും ഇല്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഇന്നലെ രാത്രി ശക്തമായ മഴയ്ക്ക് ശേഷം നല്ല കോടമഞ്ഞ് ഉണ്ടായിരുന്നു. അത്തരത്തിൽ കാഴ്ച മങ്ങിയതോ അല്ലെങ്കിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ ആകാം ഈ അപകടത്തിന് കാരണം എന്നാണ് സംശയിക്കുന്നത്. എന്തായാലും ചുരം സംരക്ഷണ സമിതിയുടെയും അതുപോലെ തന്നെ ഹൈവേ പോലീസിന്റെയും നേതൃത്വത്തിൽ ഈ വാഹനം അവിടെ നിവർത്താനുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഇപ്പോൾ ചുരത്തിൽ രൂപപ്പെടുന്നു. വൺ വേ ആയി മാത്രമാണ് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ക്രിസ്റ്റീന. കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ C. മുഹമ്മദ്. കാത്തിരിപ്പിന് വിരാമമിട്ട വിഴിഞ്ഞത്തേക്കുള്ള ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ഇന്ത്യൻ പുറംകടലിലെത്തി. രാവിലെ 7:30 കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലെത്തും. രാവിലെ 9:15 കപ്പൽ ബർത്തിലടുപ്പിക്കും. വിഴിഞ്ഞത്ത് നിന്ന് അഖിൽ ഷാ അൻസാർ ചേരുകയാണ്. അഖിൽ ഷാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ 20 മീറ്റർ സ്വാഭാവിക ആഴം, അതേപോലെ തന്നെ രാജ്യാന്തര കപ്പൽശാലികളുമായി തൊട്ടടുത്ത് കിടക്കുന്നത് ലോക വ്യാപാര ഭൂപടത്തിൽ ഈ വിഴിഞ്ഞത്തെ ഒരു അടയാളപ്പെടുത്തലാക്കാൻ മാത്രം പോകുന്ന ചില കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമെന്ന നിലയിലാണെങ്കിലും ഭാവിയിൽ അടുത്ത ഘട്ടത്തിലൊക്കെ രാജ്യത്തിന്റെ കയറ്റിറക്കുമതി ഏറ്റവും കൂടുതൽ പോകുന്നത് ഇവിടെ നിന്നായിരിക്കും. ഒരുക്കങ്ങളെല്ലാം സജ്ജമാണ്. ഏകദേശം 9:15 കപ്പൽ ബർത്തിലടുപ്പിക്കുമെന്നല്ലേ നമുക്കറിയാൻ കഴിയുന്നത്.
കൃഷ്ണ, തീർച്ചയായിട്ടും രാജ്യത്തിന്റെ ഈ കപ്പൽ ഗതാഗതത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനമാകുന്ന ഒരു നിമിഷം അതാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കൃഷ്ണ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രാൻസ്ഷിപ്മെന്റ് മാത്രമല്ല, ഈ കപ്പലുകളിൽ എത്തിക്കുന്ന കണ്ടെയ്നറുകൾ, അത് റോഡിലൂടെയുള്ള ചരക്ക് നീക്കമൊക്കെ ഇതിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തയ്യാറാകുന്നതാണ് ഈ വിഴിഞ്ഞത്തെ നാവായിക്കുളം വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വിഴിഞ്ഞത്തിന് മാത്രമുള്ള ചില പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്നാണ് വിഴിഞ്ഞത്തിന്റെ സ്വാഭാവിക ആഴം. മറ്റൊരു തുറമുഖത്തിന് നമുക്ക് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള സ്വാഭാവിക ആഴം, അതായത് 20 മീറ്റർ സ്വാഭാവിക ആഴം രാജ്യത്തെ ഒരു തുറമുഖത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. ഒപ്പം ഈ അന്താരാഷ്ട്ര കപ്പൽച്ചാലുമായി വളരെ അടുത്ത് കിടക്കുന്ന ഒരു തുറമുഖം എന്നുള്ള വലിയ പ്രത്യേകത വിഴിഞ്ഞത്തിനുണ്ട്. അതായത് 10 നോട്ടിക്കൽ മൈൽ അകലം മാത്രമാണ് ഇവിടെ നിന്ന് അന്താരാഷ്ട്ര കപ്പൽച്ചാലിലേക്കുള്ള ദൂരം എന്നുള്ളത് മറ്റൊരു തുറമുഖത്തും രാജ്യത്ത് കാണാനില്ല. അതുമല്ലാതെ അത്യപൂർവമായ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഈ പറയുന്ന ചരക്ക് നീക്ക ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ വലിയൊരു നാഴികക്കല്ലാകാൻ പോകുന്ന ഒരു തുറമുഖം എന്നുള്ളതിൽ വിഴിഞ്ഞം മാറും എന്നതിൽ ഒരു തർക്കവുമില്ല. അതിന് ഇനി തീർക്കേണ്ട കുറച്ച് പദ്ധതികൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തുരങ്കപാത, അതായത് ഈ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കപാത, ഒപ്പം ഈ പറയുന്ന ഔട്ടർ റിംഗ് റോഡ്. ആ ഔട്ടർ റിംഗ് റോഡും ഈ തുരങ്കപാത കൂടി പൂർത്തിയാകുമ്പോൾ ഈ പറയുന്ന രാജ്യത്തെ 60%-ലധികം ചരക്ക് നീക്കവും ഇങ്ങോട്ടേക്ക് എത്തും, അതായത് വിഴിഞ്ഞത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാനുള്ള, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളതിൽ തർക്കമില്ല. എന്തായാലും വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രത്യേകതകൾ. ഒപ്പം മറ്റൊരു വലിയ പ്രത്യേകത, ഇതൊരു ഓൾ വെതർ പോർട്ടാണ്. അതായത് ഈ മൺസൂൺ കാലം കഴിഞ്ഞാൽ പോലും ഡ്രഡ്ജിങ്ങിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ഈ തൊട്ടടുത്തുള്ള കൊച്ചി തുറമുഖം ഉൾപ്പെടെ പ്രതിവർഷം ഈ ഡ്രഡ്ജിങ്, അതായത് ഈ അടിഞ്ഞുകൂടുന്ന മണ്ണ് മാറ്റാനായി കോടിക്കണക്കിന് രൂപയാണ് ചിലവിടുന്നത്. പക്ഷെ ആ നഷ്ടം ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു നേട്ടം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ മദർഷിപ്പുകൾ ഇവിടെ അടുക്കുമ്പോൾ ഇതുവരെ രാജ്യത്തെ ചരക്ക് കയറ്റിയിരുന്നതും ചരക്കിറക്കിയിരുന്നതും ഒക്കെ ഈ പറയുന്ന ഫീഡർ കപ്പലുകൾ കൊളംബോയിലോ അല്ലെങ്കിൽ സിംഗപ്പൂരിലോ ദുബായിലോ ഒക്കെ പോയി ഇവിടെ നിന്നുള്ള ഫീഡർ കപ്പലുകൾ പോയി അവിടെ നിന്ന് ചരക്ക് എത്തിക്കുക എന്നുള്ളത് ആയിരുന്നു ഒരേ ഒരു മാർഗം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മദർഷിപ്പുകൾ വിഴിഞ്ഞത്തെത്തുമ്പോൾ നേരിട്ട് നമുക്ക് ചരക്ക് ഇവിടെ ഇറക്കാനും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾ നേരിട്ട് ഇവിടെ നിന്ന് മദർഷിപ്പ് വന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അത് വലിയ സാമ്പത്തിക നേട്ടം സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. മറ്റൊന്ന്, ഈ രാജ്യത്തെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം എന്നുള്ളതാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ ക്രെയിനുകൾക്ക് താഴെ ഒരു മദർഷിപ്പ് വന്നു നിന്നാൽ ആ മദർഷിപ്പിന് പുറകിലായിട്ടോ അല്ലെങ്കിൽ മുന്നിലായിട്ടോ ഫീഡർ കപ്പലുകൾ വരും. ആ ഫീഡർ കപ്പലുകളിലേക്ക് മദർഷിപ്പിൽ നിന്ന് തന്നെ ക്രെയിനുകൾ കയറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മദർഷിപ്പുകളിൽ നിന്ന് ഈ ഫീഡർ കപ്പലുകളിലേക്ക് ക്രെയിൻ മാറ്റാനും ഈ കണ്ടെയ്നറുകൾ മാറ്റാനും കണ്ടെയ്നറുകൾ ഫീഡർ കപ്പലുകളിൽ നിന്ന് മദർഷിപ്പിലേക്ക് മാറ്റാനുമുള്ള സൗകര്യമുള്ള രാജ്യത്തെ ഒരേ ഒരു തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുറമുഖത്തേക്ക് കണ്ടെയ്നറുകൾ ഇറക്കുന്നതിനുള്ള സമയം അതുപോലെ തന്നെ അതിന്റെ പണം നഷ്ടമൊക്കെ അത് മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിൽ വളരെ അനുകൂലമായ ഒരു തുറമുഖം തുടങ്ങുന്നതിന് അല്ലെങ്കിൽ ഒരു മദർ പോർട്ട് തുടങ്ങുന്നതിന് വളരെ അനുകൂലമായ സാഹചര്യമുള്ളൊരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ 400 മീറ്റർ ബെർത്തിന്റെ, അതായത് കപ്പലെടുക്കാനുള്ള 400 മീറ്റർ ബെർത്തിന്റെ നിർമ്മാണമാണ് പൂർത്തിയായിട്ടുള്ളത്. ഈ ബെർത്തിൽ ഒരേ സമയം 2 മദർഷിപ്പുകൾക്ക് നങ്കൂരമിടാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ അതായത് 4 ഘട്ടം, വിഴിഞ്ഞം തുറമുഖത്തിന്റെ 4 ഘട്ടവും പൂർത്തിയാകുമ്പോൾ ഒരേ സമയം 3 മദർ പോർട്ടിന് കിടക്കാൻ കഴിയുന്ന വമ്പൻ ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്നുള്ളതിൽ തർക്കമില്ല. ഒപ്പം ഈ വരാൻ പോകുന്ന സാൻ ഫെർണാണ്ടോയുടെ നീളം 300 മീറ്ററാണ്. 300 മീറ്റർ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC ഐറിനയ്ക്കുള്ള നീളം 400 മീറ്ററാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ഊഹിക്കാവുന്നതാണ് വരാൻ പോകുന്ന കപ്പൽ നിസ്സാരക്കാരനല്ല, അത് ഒരു പടുകൂറ്റൻ കപ്പൽ തന്നെയാണ് നിലവിൽ. അതായത് നമുക്ക് 7:45 ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്താനാകുമെന്ന് വിശ്വസിക്കുന്നു. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം വലുതാണ് ഇവിടെ വരുന്ന ചരക്ക് കപ്പൽ എന്നുള്ളത്. അത് സാൻ ഫെർണാണ്ടോയിൽ ഏതാണ്ട് 9000 കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷി ഈ കപ്പലിനുണ്ട്. പക്ഷേ 2000 കപ്പലുകളുമായാണ് അത് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. അതിൽ 1960ഓളം കണ്ടെയ്നറുകൾ അത് ഇവിടെ ഇറക്കും. അതായത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിറക്കി നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക ചടങ്ങ് നടക്കുന്നത്. കപ്പലിന് വൻ സ്വീകരണം നൽകുക നാളെയാണ്. അതിൽ മുഖ്യമന്ത്രിയും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ മന്ത്രിമാർ, മറ്റ് ജനപ്രതിനിധികൾ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ പങ്കെടുക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി നടത്തുന്നതിനുള്ള വലിയ പന്തൽ ഉൾപ്പെടെ വിഴിഞ്ഞം തുറമുഖത്ത് സജ്ജീകരിച്ചു കഴിഞ്ഞു. എന്തായാലും നാളത്തെ ഈ പരിപാടിക്ക് ശേഷം വൈകിട്ടോടുകൂടി തന്നെ സാൻ ഫെർണാണ്ടോ ഇവിടെ നിന്ന് തിരിച്ചു പോകും. ഇന്ന് തന്നെ ഈ കപ്പലിലുള്ള ചരക്കുകൾ തുറമുഖത്തേക്ക് ഇറക്കുന്ന
നീക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതിന്റെ ഭാഗമായി ഈ ക്രെയിനുകളൊക്കെ ഇന്നലെ രാത്രി തന്നെ ഉയർത്തി വെച്ചിട്ടുണ്ട്. ഈ ക്രെയിനുകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് കപ്പലിൽ നിന്ന് ഇത്തരത്തിൽ തുറമുഖത്തേക്ക് കണ്ടെയ്നറുകൾ മാറ്റുന്നത്. അതിന് പിന്നിലായി കാണുന്ന യാർഡ് ക്രെയിനുകളുണ്ട്. ആ യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഈ കണ്ടെയ്നറുകൾ തുറമുഖത്തെ പല ഭാഗങ്ങളിലേക്ക് മാറ്റുകയും അവിടെ നിന്നുള്ള മൂവ്മെന്റ് ഒക്കെ നടക്കുന്നത് ഈ യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ രാജ്യത്ത് ആദ്യമായാണ് ഒരു ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ ഈ ക്രെയിനുകൾ പ്രവർത്തിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മൾ ഈ കാണുന്ന ക്രെയിനുകളിലൊന്നും ആളുകൾ കയറി ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ്. കയറി ഇന്ന് പ്രവർത്തിപ്പിക്കേണ്ട. അവർക്ക് ഒരു പ്രത്യേക കൺട്രോൾ റൂമുണ്ട്. ആ കൺട്രോൾ റൂമിനകത്തിരുന്ന് നിയന്ത്രിച്ചാൽ മതി. അതിന് വളരെ ഹൈ ക്വാളിറ്റി ഉള്ള ക്യാമറ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഈ ക്രെയിനുകളിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന് പറയാൻ നിരവധി പ്രത്യേകതകളാണ്. എന്തായാലും സാൻ ഫെർണാണ്ടോ നാളെ വൈകിട്ടോടുകൂടി വിഴിഞ്ഞം തുറമുഖം വിടും. തുറമുഖം വിട്ടതിന് ശേഷം അതിന് പിന്നാലെ 2 ഫീഡർ കപ്പലുകളായിരിക്കും ആദ്യം എത്തുക. ഈ 2 ഫീഡർ കപ്പലുകൾ എത്തിയായിരിക്കും സാൻ ഫെർണാണ്ടോ ഇറക്കിയ ഈ കണ്ടെയ്നറുകൾ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുക. ക്രിസ്റ്റീന. ശരി, അഖിൽ ഷാ അൻസാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ മേഴ്സ്ലെയിൻ്റെ സാൻ ഫെർണാണ്ടോ ആണ് തീരമണയാൻ എത്തുന്നത്. അതുതന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് ഷിപ്പിംഗ് കമ്പനികൾക്കിടയിലുള്ള ഒരു സ്വീകാര്യതയ്ക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും വിഴിഞ്ഞത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഖിൽ ഷാ അൻസാർ. മറ്റു വാർത്തകളിലേക്ക്. ലോകം ഉറ്റുനോക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ആദ്യ മദർഷിപ്പ് എത്തുന്നത് വർഷങ്ങൾ നീണ്ട എതിർപ്പുകളുടെയും സമര പരമ്പരകളുടെയും കടലിരമ്പം കീറിമുറിച്ചാണ്. തുറമുഖത്തിനായി ഒപ്പുവെച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന് തൊട്ടുമുൻപ് 2ാം പിണറായി സർക്കാരിന്റെ കാലത്തും മത്സ്യത്തൊഴിലാളികൾ അദാനി പോർട്ടിനെതിരെ കലാപക്കൊടിയുയർത്തി. മത്സ്യത്തൊഴിലാളികൾക്ക് പിന്നിൽ ലത്തീൻ സഭ കോട്ട തീർത്തുറച്ചു നിന്നതും തുറമുഖത്തിനായി CPIM-ഉം BJP-യും ഒരേ സമരപ്പന്തലിൽ അണിനിരുന്നതും കേരളം കണ്ടു. 2025 ഓഗസ്റ്റ് 17 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അദാനി ഗ്രൂപ്പും തുറമുഖത്തിനായി ഒപ്പുവെച്ചു. തുറമുഖ നിർമ്മാണം കടലിന്റെ സ്വാഭാവിക പരിതസ്ഥിതിയെ തകർക്കുമെന്നും ഉപജീവനം ഇല്ലാതാക്കുമെന്നും ആരോപിച്ച് തദ്ദേശീയരായ ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ സ്വരമുയർത്തി. ലത്തീൻ സഭ മത്സ്യത്തൊഴിലാളികൾക്ക് പിന്നിൽ അണിചേർന്നു. അഭ്യുദയകാംക്ഷികളുടെ നീണ്ടകാലത്തെ ശ്രമത്തിനൊടുവിൽ പ്രതിഷേധങ്ങൾക്ക് താൽക്കാലിക വിരാമം. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുറമുഖ നിർമ്മാണത്തിനു ശരവേഗം. കോവിഡ് വ്യാപനത്തിനു പിന്നാലെ 2022 ജൂലൈ 20-ന് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ തുറമുഖത്തിനെതിരെ പ്രദേശവാസികൾ വീണ്ടും സമരക്കൊടിയുയർത്തി. തിരുവനന്തപുരത്തിന്റെ തീരമേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായിരുന്ന സമയം. നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ വടക്കുഭാഗം കടലെടുക്കുന്നുവെന്ന് മത്സ്യത്തൊഴിലാളികളും സഭാ നേതാക്കളും തെളിവു നിരത്തി സമർത്ഥിച്ചു. കാരണം ഒന്നു മാത്രം, തുറമുഖ നിർമ്മാണം. ഇതിനിയും തുടർന്നാൽ ഉപജീവനം നശിക്കുമെന്ന് വാദിച്ചു. സമരമാദ്യം സെക്രട്ടേറിയറ്റിനു മുന്നിലും പിന്നീട് നിർമ്മാണ മേഖലയിലേക്കും എത്തി. നിർമ്മാണം നിർത്തി വീണ്ടും പരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. ലോറികൾ തടഞ്ഞു. നിർമ്മാണം തടസ്സപ്പെട്ടു. പോലീസ് സമരങ്ങളിൽ ഇടപെട്ടു. നവംബർ 27 രാത്രിയിൽ പ്രതിഷേധക്കാർ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ വളഞ്ഞു. സ്റ്റേഷനും പോലീസ് വാഹനങ്ങളും അടിച്ചു തകർത്തു. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 30-ലധികം പോലീസുകാർക്ക് പരിക്കേറ്റു. തലേദിവസം കസ്റ്റഡിയിലെടുത്ത പ്രതിഷേധക്കാരെ വിട്ടയക്കണമെന്നായിരുന്നു ആവശ്യം. പോലീസും സമരക്കാർക്കെതിരെ കർശന നടപടിയെടുത്തു തിരിച്ചടിച്ചു. 2022 ഡിസംബർ 6-ന് പ്രതിഷേധക്കാരും സർക്കാരും തമ്മിൽ ചർച്ച. ഒടുവിൽ സർക്കാർ ഉറപ്പിൽ സമരം പിൻവലിച്ചു. ആദ്യം ഷെൻഹുവ 15, ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകളിലൊന്നായ സാൻ ഫെർണാണ്ടോ. സമരവേലിയേറ്റങ്ങളെയും പ്രതിഷേധ കൊടുങ്കാറ്റിനെയും കീറിമുറിച്ച് മദർഷിപ്പുകൾ ഒന്നൊന്നായി വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിടുന്നു. നമ്മൾ കാണുന്ന പുതുപ്രതീക്ഷയിൽ തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികളെ 1ാം പേരുകാരായി ചേർത്തു വയ്ക്കാം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ വാണിജ്യ കപ്പൽ അടുക്കുമ്പോൾ പദ്ധതിയിൽ ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുകയാണ് LDF-ഉം UDF-ഉം. UDF സർക്കാരിന്റെ കാലത്താണ് പദ്ധതിക്ക് തുടക്കമിട്ടതെന്ന് UDF-ഉം തറക്കല്ലിട്ടതുകൊണ്ട് മാത്രം കപ്പലോടില്ലെന്ന് LDF-ഉം വാദിക്കുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ വാണിജ്യ കപ്പൽ അടുക്കുമ്പോഴും പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കം ഒഴിയുന്നില്ല. നീണ്ട 70 വർഷമാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് സംസ്ഥാനത്തെ ഭരണാധികാരികൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീതി ചില സർക്കാരുകൾ ഉണ്ടാക്കിയെങ്കിലും ഫലവത്തായില്ല.
ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് പദ്ധതിക്കായി നിർണായക നീക്കം നടത്തിയതെന്നും തടസ്സങ്ങളെല്ലാം മറികടന്ന പദ്ധതിയെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്നുമാണ് UDF നിലപാട്. പദ്ധതിക്കുള്ള കേന്ദ്രാനുമതി, പാരിസ്ഥിതികാനുമതി, ആഗോള ടെൻഡർ എന്നിവയെല്ലാം നടന്നത് ഈ കാലത്താണ്. അന്ന് പദ്ധതിക്കെതിരെ 6000 കോടിയുടെ അഴിമതി ഉന്നയിക്കുകയാണ് LDFും CPIMും ചെയ്തതെന്നും UDF ആരോപിക്കുന്നു. ഇതിൽ അന്വേഷണ കമ്മീഷനെ പോലും നിയോഗിക്കേണ്ടി വന്നു. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ ഫലമായിട്ടാണെന്നാണ് LDF വാദം. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് പദ്ധതി തുടങ്ങിയതെന്ന വാദം തെറ്റ്. EK നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ആദ്യമായി വിഴിഞ്ഞം പദ്ധതിക്കായി കമ്മിറ്റിയെ നിയോഗിച്ചതെന്നും ആദ്യ ടെൻഡർ നൽകിയത് VS സർക്കാരാണെന്നുമാണ് ഇവരുടെ വാദം. തുറമുഖം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത് 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാരാണെന്നും പദ്ധതിയുടെ പൂർത്തീകരണം ഇടത് സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നുമാണ് LDF വാദം. 24 തിരുവനന്തപുരം. മഴ കനത്താൽ നൂൽപ്പുഴ പുത്തൂർ പ്രദേശവാസികളുടെ ആധിയേറും. പുഴ കരകവിഞ്ഞൊഴുകി വീടുകളിൽ വെള്ളം കയറുന്നതാണ് കാരണം. തമിഴ്നാട്ടിലെ ദേവാല മേഖലയിൽ മഴ പെയ്താൽ പോലും ദുരിതം ഇവർക്കാണ്. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കണമെന്ന ഇവരുടെ ആവശ്യത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നൂൽപ്പുഴ ഓരത്താണ് പണിയ വിഭാഗക്കാർ താമസിക്കുന്ന പുത്തൂർ പ്രദേശം. 6 കുടുംബങ്ങളിലായി 23 പേരുണ്ട്. മഴക്കാലമായാൽ ഭീതിയേറും. പുഴ കരകവിഞ്ഞൊഴുകും. പ്രദേശം വെള്ളത്തിലാകും. നീലഗിരി ദേവാലയിൽ മഴ പെയ്താലും ഒഴുകിയെത്തുന്നത് ഈ പുഴയിലേക്കാണ്. മഴക്കാലത്ത് രാത്രിയിൽ ഉറക്കമിളച്ചിരിക്കണം. വെള്ളം കയറി തുടങ്ങിയാൽ കയ്യിൽ ഒതുങ്ങുന്ന സാധനങ്ങളുമെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള ഓട്ടം. വെള്ളം കയറിയ ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ ക്ലബിലാണ് നിൽക്കുന്നത്. അകത്ത് മുഴുവൻ വെള്ളം കയറി കഴിഞ്ഞാൽ പിള്ളേർക്ക് സ്കൂളിൽ പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുസ്തകങ്ങളും എല്ലാം ഒഴുകിയൊക്കെ പോയി, പാത്രമൊക്കെ ഒഴുകിപ്പോയായിരുന്നു. മാറ്റി താമസിക്കാൻ പറ്റുവാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു. പിന്നെ ഇതുപോലെ ഇങ്ങനെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയറുകയാണ്. മഴ പെയ്യുന്നതനുസരിച്ച് വെള്ളവും കയറി തുടങ്ങും. മഴ ശമിച്ച് തിരികെ എത്തുമ്പോൾ ചെളി നിറഞ്ഞ വീടാകും കാഴ്ച. വീട്ടുപകരണങ്ങൾ നശിക്കും. ഇതിവിടെ തുടർച്ചയാണ്. പുനരധിവാസം എന്ന ആവശ്യത്തിന് ഏറെ പഴക്കമുണ്ട്. അധികൃതർ കണ്ണു തുറക്കുന്നില്ലെന്ന് മാത്രം. 24 വയനാട്. സംസ്ഥാനതല കയാക്കിംഗ് മത്സരത്തിന് വേദിയായി വയനാട് കർലാട് തടാകം. മൺസൂൺ മഡ് ഫെസ്റ്റിനോടനുബന്ധിച്ചായിരുന്നു മത്സരം. ടൂറിസം മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കർലാട് തടാകത്തിൽ ആവേശത്തുഴച്ചിൽ. മൺസൂൺ ഫെസ്റ്റിനോടനുബന്ധിച്ചായിരുന്നു കയാക്കിംഗ് മത്സരം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ മുഖ്യ സംഘാടനത്തിലാണ് മൺസൂൺ മഡ് ഫെസ്റ്റ് നടക്കുന്നത്. കഴിഞ്ഞ ഒന്നാമത്തെ മഡ് ഫെസ്റ്റ് തന്നെ കേരളത്തിലെ സർക്കാർ ഉൾപ്പെടെ ഏറ്റവും നല്ല പ്രശംസിക്കുന്ന രൂപത്തിലേക്ക് മാറി. കേരളം മുഴുവൻ ഇത് ഏറ്റെടുക്കുന്ന നിലയിലേക്ക് ഇത് മാറിയിരുന്നു. ഇപ്പോൾ ആദ്യത്തെ മഡ് ഫെസ്റ്റിൽ സീസൺ ഫസ്റ്റിൽ 1-2 കായിക ഇനങ്ങളാണ് ഉണ്ടായതെങ്കിൽ, ഫുട്ബോളും കബഡിയൊക്കെയാണ് ഉണ്ടായതെങ്കിൽ, ഈ മഡ് ഫെസ്റ്റിൽ 9ഓളം ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വയലിൽ പാകപ്പെടുത്തിയ ഗ്രൗണ്ടിൽ ഫുട്ബോൾ, വടംവലി, വോളിബോൾ, കബഡി, പഞ്ചഗുസ്തി തുടങ്ങി 9 ഇനങ്ങളിലായാണ് ഇത്തവണത്തെ മത്സരങ്ങൾ. കൂടുതൽ സഞ്ചാരികളെ മൺസൂൺ ടൂറിസത്തിന്റെ ഭാഗമായി വയനാട്ടിലേക്ക് അടുപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. 24 വയനാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തേണ്ടെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തോൽവി സംഭവിച്ചുവെന്ന് പറഞ്ഞ് ഒരാളെ ക്രൂശിക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ധനവകുപ്പിനെതിരെയും കൗൺസിലിൽ വിമർശനമുയർന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനത്തിനായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. തോൽവി സംഭവിച്ചു എന്ന് പറഞ്ഞ് ഒരാളെ ക്രൂശിക്കേണ്ട കാര്യമില്ല. തോറ്റെങ്കിൽ അത് ഒരാളുടെ മാത്രം കുറ്റമല്ലെന്നും ചർച്ചകൾക്ക് ബിനോയ് വിശ്വം മറുപടി നൽകി. SFIയിലെ തെറ്റ് ചൂണ്ടിക്കാട്ടിയതിന് SFIയും AISFും തെരുവിൽ പോരടിക്കേണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തെറ്റുകൾ കണ്ടാൽ ഇനിയും ചൂണ്ടിക്കാട്ടുമെന്നും ബിനോയ് വിശ്വത്തിന്റെ മറുപടി. തെരഞ്ഞെടുപ്പ് തോൽവിയിലെ വോട്ട് നഷ്ട വിലയിരുത്തൽ തെറ്റെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ അഭിപ്രായമുയർന്നു. ജാതി മത സംഘടനകളുടെ വോട്ട് ചോർന്നു എന്ന വിലയിരുത്തൽ തെറ്റാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേരുന്ന വിലയിരുത്തലല്ല. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വോട്ട് നഷ്ടമായി എന്നാണ് വസ്തുത. അതിലൂന്നി തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ധനവകുപ്പിനെതിരെയും കടുത്ത വിമർശനമുയർന്നു.
ധനവകുപ്പിന്റെ കെടുകാര്യസ്ഥത തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് മന്ത്രിമാരെ ഒഴിവാക്കണമെന്ന ആവശ്യം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തള്ളി. രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയും CPI കൗൺസിലിൽ തർക്കമുയർന്നു. PP സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ VS സുനിൽകുമാർ എതിർത്തു. സുനീർ ചെറുപ്പമെന്നും ഇനിയും സമയമുണ്ടായിരുന്നുവെന്നും പ്രകാശ് ബാബുവിനെ അയക്കണമായിരുന്നുവെന്നായിരുന്നു VS സുനിൽകുമാറിന്റെ അഭിപ്രായം. 24 തിരുവനന്തപുരം. കാസർഗോഡ് കാറടുക്കയിൽ ക്യാൻസർ ബാധിതയായ വയോധിക ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. കാറടുക്ക ശാന്തിനഗർ സ്വദേശി ഭാരതിയാണ് 13 വർഷമായി അർബുദത്തോട് മല്ലിടുന്നത്. മാറിടത്തിൽ ബാധിച്ച രോഗം ത്വക്കിലേക്ക് പടർന്നതോടെ വിദഗ്ധ ചികിത്സ വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. പതിമൂന്ന് വർഷം മുൻപ് ഭാരതിക്ക് അർബുദരോഗം കണ്ടെത്തിയതോടെ താളം തെറ്റിയതാണ് ഈ കുടുംബം. നിർമ്മാണ കോൺട്രാക്ടറായിരുന്ന ഭർത്താവ് PK കുഞ്ഞിരാമൻ മണി ഭാരതിയുടെ ചികിത്സയ്ക്കായി ആശുപത്രികൾ കയറിയിറങ്ങി. ഇതോടെ ജോലിയും നഷ്ടമായി. ആകെയുള്ള വീടും പറമ്പും പണയപ്പെടുത്തി ചികിത്സയുമായി മുന്നോട്ടു പോയി. ആദ്യം മാറിടത്തിൽ ബാധിച്ച അർബുദം പിന്നീട് ത്വക്കിലേക്ക് പടർന്നു. തിരുവനന്തപുരം RCCയിൽ നടത്തിയിരുന്ന ചികിത്സ കോവിഡ് സമയത്ത് മുടങ്ങി. ഇപ്പോൾ നാട്ടുകാരുടെ സഹായത്താൽ മംഗളൂരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജിയിലാണ് ചികിത്സ. മംഗലാപുരത്ത് പോയിട്ടാകുമ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ചികിത്സയുണ്ട്, അത് നിങ്ങൾ ചെയ്തേ പറ്റും, അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതൊരു മില്ലി ഇഞ്ചക്ഷൻ 10,000 രൂപയാണ്. അത് 240 മില്ലി കയറ്റണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാണ്. ഉറങ്ങാനേ പറ്റാതെ ഉണ്ടായിരുന്നു. കുറേ ഒരു മാസത്തിലും ഞങ്ങൾ രണ്ടുപേരും ഉറക്കൊഴിഞ്ഞിട്ടിരുന്നത് നേരം വിളിക്കുന്നവരെ. ഇപ്പോൾ ഇഞ്ചക്ഷൻ തുടങ്ങിയ പിന്നെ ലേശം വേദന കുറഞ്ഞിട്ടുണ്ട്. തുടർ ചികിത്സയ്ക്കായി 40 ലക്ഷം രൂപ ചെലവ് വരും. നാട്ടുകാരുടെ സഹായത്തോടെ ഭാരതീയ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് 5 ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയുള്ള 35 ലക്ഷം രൂപ കണ്ടെത്താൻ സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ കുടുംബം. 24 കാസർഗോഡ്. ഭൂഗോളത്തിന്റെ സ്പന്ദനം എവിടെയാണെന്ന് കൊട്ടാരക്കര ടൗൺ UP സ്കൂളിലെ കുട്ടികളോട് ചോദിച്ചാൽ ഉത്തരം പുസ്തകത്തിലെന്നായിരിക്കും. സ്കൂളിൽ സ്ഥാപിച്ച ഭൂമിയുടെ ആകൃതിയിലുള്ള പുസ്തകപ്പുര കണ്ടാൽ അങ്ങനെയേ പറയാനാകൂ. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനത്തിലാണ് വ്യത്യസ്തമായ പുസ്തകശാല സ്കൂളിൽ സ്ഥാപിച്ചത്. കുട്ടികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പുതിയ പരീക്ഷണം. ഭൂമിയുടെ മാതൃകയിലുള്ള പുസ്തകപ്പുരയിൽ നിന്ന് കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും പുസ്തകമെടുക്കാം, സ്കൂളിലിരുന്ന് വായിക്കാം, ഒരു നിയന്ത്രണവുമില്ലാതെ. ഖത്തർ ആസ്ഥാനമായ കൊട്ടാരക്കര നിവാസികളുടെ കൂട്ടായ്മ കെഫാക്ക് നമ്മുടെ സ്കൂളിന് സമ്മാനിച്ചതാണ് ഭൂഗോളത്തിൻ്റെ മാതൃകയിലുള്ള പുസ്തക ഷെൽഫും. നിയന്ത്രണങ്ങളില്ല. എല്ലായ്പ്പോഴും രാവിലെ ഇത് ഓപ്പൺ ചെയ്തിടും, വൈകിട്ട് പോകാൻ നേരത്ത് നമ്മൾ പൂട്ടി തക്കോല് അവിടെ വെച്ചിട്ട് പോകും. രാവിലെ വീണ്ടും തുറക്കും. എടുത്ത് വരാന്തകളിലും മരച്ചൂട്ടുകളിലും ഒക്കെ പോയിരുന്ന് വായിക്കുന്നുണ്ട്. പുതിയ പരീക്ഷണത്തോട് കുട്ടികൾക്ക് മികച്ച അഭിപ്രായമാണെന്നും കുട്ടികളുടെ വായനാശീലം മെച്ചപ്പെട്ടെന്നും അധ്യാപകർ പറയുന്നു. പുതിയ പുസ്തകപ്പുരയെക്കുറിച്ച് കുട്ടികൾക്ക് എന്ത് പറയാനുണ്ടെന്ന് നോക്കാം. നല്ല ലൈബ്രറിയാ? ഉണ്ട്. ഖത്തർ ആസ്ഥാനമായുള്ള കൊട്ടാരക്കര നിവാസികളുടെ കൂട്ടായ്മയായ കെഫാക്കാണ് ഭൂഗോളത്തിന്റെ ആകൃതിയുള്ള പുസ്തക അലമാര സമ്മാനിച്ചത്. ഒപ്പം 100 പുസ്തകങ്ങളും. 24 കൊട്ടാരക്കര. വിഴിഞ്ഞ വാർത്തയിലേക്കാണ്. കാത്തിരിപ്പിന് വിരാമം വിട്ട് വിഴിഞ്ഞത്തേക്കുള്ള ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ഇന്ത്യൻ പുറംകടലിലെത്തി. വിവരങ്ങളുമായി വിഴിഞ്ഞത്ത് നിന്ന് ചേരുന്നത് അഖിൽ ഷാ അൻസാറാണ്. അഖിൽ ഷാ, ഈ തുറമുഖത്തിന്റെ പ്രകൃതിദത്തമായ പല പ്രത്യേകതകളും കൊണ്ട് തന്നെ സമുദ്രാധിഷ്ഠിത ചരക്കു നീക്കത്തിൽ അല്ലെങ്കിൽ സമുദ്രാധിഷ്ഠിത വാണിജ്യത്തിൽ തന്നെ വലിയ ഒരു മുന്നേറ്റം നമുക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണല്ലോ. ഇപ്പോൾ ഈ ട്രയൽ റണ്ണിൽ പരിശോധിക്കപ്പെടുന്നത് കസ്റ്റംസ് ക്ലിയറൻസിലുള്ള ഡോക്യുമെന്റേഷൻ, യന്ത്രങ്ങളുടെ പ്രവർത്തനം എന്നിവയൊക്കെയല്ലേ?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ ട്രയൽ റണ്ണിന്റെ ഭാഗമായി നടക്കാനിരിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. അതായത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഷിഫ്റ്റ് ഷെയർ ക്രെയിനുകൾ അതുപോലെ തന്നെ യാർഡ് ക്രെയിനുകൾ ഇവിടെ സ്ഥാപിച്ചതൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ക്രെയിൻ ഓപ്പറേറ്റിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ക്രമീകരിച്ചിരുന്നു. ഇനിയുള്ളത് ഇത്തരത്തിൽ ഈ ചരക്ക് കയറ്റുന്നതിനും അതുപോലെ ഇറക്കുന്നതിനും അതുപോലെ തന്നെ ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം തുടങ്ങിയ കാര്യങ്ങളുള്ള പരിശോധനയാണ്. അത് ഈ പറയുന്ന ചരക്ക് നീക്കം തന്നെ ഇതിന്റെ ഭാഗമായി നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. സെപ്റ്റംബർ മാസം വരെ ഇത്തരത്തിൽ ഈ വിവിധ കപ്പലുകൾ, അതായത് മദർഷിപ്പുകൾ, കൂറ്റൻ മദർഷിപ്പുകളും അതുപോലെ തന്നെ ഫീഡർ കപ്പലുകൾ ഉൾപ്പെടെ ഇവിടെ വന്നു പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ ഈ ക്രെയിനുകൾക്ക് താഴെയാണ് ഈ മദർഷിപ്പ് എത്തുന്നത്. ഈ ക്രെയിനുകളുടെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ക്രെയിനുകളാണ്. രാജ്യത്ത് ഒരു തുറമുഖത്തും ഇത്തരത്തിൽ ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ക്രെയിനുകളില്ല. അതുകൊണ്ട് തന്നെ ആദ്യ പരീക്ഷണമായതുകൊണ്ട് തന്നെ ട്രയൽ റണ്ണിന്റെ ഭാഗമായി കൃത്യമായ പരിശോധന ആവശ്യം വരും. അടുത്ത വരാനിരിക്കുന്ന 2 മാസം അത്തരത്തിലുള്ള പരിശോധനയായിരിക്കും നടക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് വരുത്തണമെന്ന്, അല്ലെങ്കിൽ ഇതിന്റെ ഈ മറൈൻ ഓപ്പറേഷൻ യൂണിറ്റ് അപ്പുറത്തുണ്ട്. ആ മറൈൻ ഓപ്പറേഷൻ യൂണിറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയായിരിക്കും ഈ 2 മാസം കൊണ്ട് അതിലൊരു കൃത്യമായി അത് പരിഹരിച്ച ശേഷമാകും ഈ പറയുന്ന നവംബർ ഡിസംബർ മാസത്തോടുകൂടി ഇതിന്റെ കമ്മീഷൻ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് തുറമുഖ അധികൃതരും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ, യാർഡ് ക്രെയിനുകൾ, ഇത് രണ്ടും പ്രവർത്തിപ്പിക്കുന്ന മറൈൻ ഓപ്പറേഷൻ യൂണിറ്റ്, ഇതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൃത്യമായി ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധന ആയിരിക്കും പ്രധാനമായും നടക്കേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കസ്റ്റംസിന്റെ ചില അംഗീകാരങ്ങൾ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കേണ്ട മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ട്രയൽ റണ്ണിന്റെ ഭാഗമായി പരിശോധിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യും. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നമുക്കവിടെ ഒരു ടഗ് ബോട്ട് കാണാം. ഓഷ്യൻ പ്രസ്റ്റീജ് എന്നാണ് ആ ടഗ് ബോട്ടിന്റെ പേര്. ആ ടഗ് ബോട്ടാണ് കപ്പൽ ഈ ഔട്ടർ ഏരിയയിൽ എത്തുന്നതോടുകൂടി ഈ കപ്പലിനെ തള്ളി ഈ ബർത്തിലേക്ക് എത്തിക്കാനായി ഈ ടഗ് ബോട്ടാണ് പോകുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ ഔട്ടർ ഏരിയയിൽ എത്തിയാൽ കപ്പൽ നിർത്തും. കപ്പലിന്റെ എഞ്ചിൻ പിന്നെ പ്രവർത്തിക്കില്ല. അതിനുശേഷം കപ്പലിനെ ഈ തുറമുഖത്തിന്റെ ബർത്തിലേക്ക് തള്ളിക്കൊണ്ട് വേണം വരാൻ. ഈ ടഗ് ബോട്ടുകൾ തൊട്ടപ്പുറത്ത് നമുക്ക് 2 ടഗ് ബോട്ടുകൾ വേറെ കാണാം. ഡോൾഫിൻ എന്ന് പേരുള്ള 2-3 ടഗ് ബോട്ടുകൾ കൂടി തൊട്ടപ്പുറത്ത് കാണാം. ഇവർ ഈ ടഗ് ബോട്ടുകൾ ചേർന്നാണ് ഈ വരുന്ന കപ്പലിനെ, ഈ വരുന്ന മദർഷിപ്പിനെ തുറമുഖത്തേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കപ്പലിനെ സ്വീകരിക്കാനുള്ള എല്ലാ നടപടികളും തുറമുഖത്ത് പൂർത്തിയായിട്ടുണ്ട്. ഏതാണ്ട് 7:45 കൂടി തന്നെ തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിൽ കപ്പലെത്തും. 9:15 ബർത്ത് ചെയ്യാൻ സാധിക്കും. ശരി, പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് ഇന്ന് പൂവണിയുകയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റണ്ണിന് ആദ്യ മദർഷിപ്പ് എത്തുന്നു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.